ഹലോ, കോൺകോഡിൽ നമ്പേഴ്സ്, പീരീഡ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ് ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ മെയിൻ ക്ലോസ് ആയിട്ട് വരുമ്പോൾ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. 10 rupees ഡാഷ് ജസ്റ്റ് ഇനഫ് ഫോർ ഓട്ടോ ഫെയർ. ഓക്കെ, ഇവിടെ 10 rupees ആണ്. സോ അതിന് ഫോളോ ചെയ്ത് എപ്പോഴും എന്തേ വരുള്ളൂ? ഈസി വരുള്ളൂ. കാരണം എന്താ? നമ്പറാണ്. ഒരു എക്സാമ്പിളോടെ നോക്കാം. 50 kg ഡാഷ് നോട്ട് എ സ്മാൾ വെയ്റ്റ്. ഇവിടെ എന്താണ്? വെയ്റ്റ് ആണ്. ഓക്കെ, അപ്പോഴും എന്തേ വരുള്ളൂ? ഈസാണോ ആറാണോ വരിക? ഈസി വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ്, പീരീഡ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ്. നെക്സ്റ്റ് നോക്കി. 14 years in the service dash a long innings. ഈസാണോ ആറാണോ? ഈസേ വരുള്ളൂ. കാരണം ഇവിടെ 14 years. ഓക്കെ, ഒരു പീരീഡ് ഓഫ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 5 miles ഡാഷ് നോട്ട് എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഫോളോ ചെയ്ത് എന്തേ വരുള്ളൂ? സിംഗുലർ വെർബേ വരുള്ളൂ. സോ ഇവിടെ ഈസ് ആയിരിക്കും ആൻസർ. ഓർക്കുക, നമ്പേഴ്സ്, പീരീഡ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ് ഇവയെല്ലാം ക്വസ്റ്റ്യൻ്റെ മെയിൻ ക്ലോസ് ആയിട്ട് വരുമ്പോൾ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ.